നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ രാജപ്പനും പിന്നെ ആന്റണി പെരുമ്പാവൂരും കൂടി മോഹൻലാലിനെ അങ്ങ് വിറ്റുതൊലച്ചു. 4 പതിറ്റാണ്ട് കാലത്തെ അഭിനയ ജീവിതം സ്വാഹ. ഇത് ഞാൻ പറയുന്നതല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ ഏറ്റവും ശക്തമായത്. വാര്യംകുന്നൻ ചതിച്ചു, മോഹൻലാൽ മലർന്നടിച്ചു വീണു. ഇപ്പോഴിതാ എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഉയരുന്നത് കനത്ത വിമർശനങ്ങൾ. എമ്പുരാൻ സിനിമയുണ്ടാക്കിയ ഹൈപ്പ് അതൊരു മലയാള സിനിമയ്ക്കും ഇതിനു മുൻപ് ലഭിച്ചിരുന്നില്ല. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എമ്പുരാൻ്റെ ആ പിറവിക്ക് വേണ്ടി വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഈ പബ്ലിസിറ്റി പ്രളയം കാണുമ്പോൾ ഇതിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടായിരുന്നോ എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും. ശബരിമല ദർശനം നടത്തി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ച് അതിൻ്റെ രസീത് സമൂഹ മാധ്യമങ്ങളിൽ ചോർത്തിക്കൊടുത്ത മോഹൻലാൽ ടീം, അതിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടായിരുന്നുവെന്ന് വേണം ഇപ്പോൾ കരുതാൻ. കാരണം മോഹൻലാൽ ഫാൻസ് പെട്ടെന്ന് തന്നെ പിന്തിരിയുമെന്നും മമ്മൂട്ടി ഫാൻസിൻ്റെ സഹായം എമ്പുരാന് വേണ്ടിവരുമെന്നും ഒരുപക്ഷെ മോഹൻലാൽ ടീം നേരത്തെ മനസ്സിലാക്കിയിരിക്കും. സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ മുഖത്ത് മ്ലാനത വ്യക്തമായിരുന്നു. പുറത്തേക്കിറങ്ങി വന്ന മല്ലിക സുകുമാരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, സിനിമ എങ്ങനുണ്ട്? മല്ലിക സുകുമാരന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, അത്രയേറെ മുഖത്ത് വിഷമമെന്നാണ് മാധ്യമങ്ങൾ എഴുതിയത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതികരിക്കാൻ മോഹൻലാലിന് എങ്ങനെ കഴിയുന്നു? ഇതാണ് സമൂഹ മാധ്യമങ്ങളിലെ മുഖ്യ ചോദ്യം. സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ എന്ന് പോസ്റ്റിട്ടിരിക്കുന്നത് സാക്ഷാൽ ബിനീഷ് കൊടിയേരി. എമ്പുരാൻ്റേത് വെറും ഹൈപ്പ് മാത്രമായിരുന്നുവെന്നും പല സിനിമാ തിയേറ്ററുകളിലും ടിക്കറ്റുകൾ യഥേഷ്ടമുണ്ടെന്നും ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ തെളിവുകളുമായി പലരും രംഗത്തെത്തി. മലയാള സിനിമയിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രം വെച്ച് എന്തിന് പ്രത്യേക അജണ്ട കളിച്ചു പൃഥ്വിരാജ്? ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന മുഖ്യ ചോദ്യം. രാജുമോന് വാര്യംകുന്നൻ ഉണ്ടാക്കാൻ കഴിയാത്തതിലുള്ള ചുരുക്ക് എമ്പുരാനിലൂടെ തീർത്തുവെന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. എമ്പുരാൻ സിനിമ ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാനിപ്പോൾ കാനഡയിലാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാനഡയിലായിരുന്നു. എമ്പുരാൻ സിനിമ ഇന്ന് തന്നെ കാണും. എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ന് തന്നെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന കുറിപ്പുകളും പരസ്പര പോർവിളികളും കാണാതിരിക്കാൻ കഴിയില്ല. അതാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ ആസ്പദമായ സംഭവം. രാജപ്പൻ ഡയറക്ടർ ബ്രില്യൻസ് കാണിച്ച് സംഖ്യകളെ കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി മട്ടാഞ്ചേരി മാഫിയയിൽ നിന്ന് കാശും മേടിച്ച് ഒരു പടമെടുത്തു. 2022 ഗുജറാത്ത് കലാപം മുതലെടുത്ത് ഉയർന്നു വരുന്ന ഹിന്ദുത്വ വില്ലൻ, ഗർഭിണിയെ റേപ്പ് ചെയ്തു കൊല്ലുന്ന വില്ലന്മാർ, കുട്ടികളെയും വയസ്സായവരെയും ഒക്കെ കൊല്ലുന്നവർ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ച. അതിന് ആഭ്യന്തരമന്ത്രിയെ വിളിക്കാൻ പറയുന്നു. ഹിന്ദി അറിയാം എന്ന് പറഞ്ഞ് കാറിൽ കയറി കേന്ദ്ര വില്ലനെ കാണാൻ പോകാൻ ശ്രമിച്ചു കോമാളിയാകുന്ന ഹിന്ദി സംസാരിക്കാൻ ശ്രമിക്കുന്ന കേരള ദേശീയ പാർട്ടി നേതാവ്. 35 സീറ്റ് ഞങ്ങൾ നേടും, കേരളം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്ന ദേശീയ പാർട്ടി നേതാവ്. ആ ദേശീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരാൻ കോടിക്കണക്കിന് പണം ഇറക്കുന്നു. ആ ദേശീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് കേരളത്തിലെ 2 പ്രധാന തുറമുഖങ്ങളും 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും കണ്ടുകൊണ്ട്. എമ്പുരാൻ പടം മൊത്തത്തിൽ കൈവിട്ടുപോയി ഗെയ്സ്. ഇതാണ് സംഘപരിവാർ ഉയർത്തുന്ന മുഖ്യ വിമർശനം. കണ്ടവർ പറയുന്നു ഹൈപ്പിനൊത്ത ഒന്നുമില്ലെന്ന്. പ്രേക്ഷകർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ റിവ്യൂ എന്ന പേരിൽ മറ്റു ചിലർ കുറിപ്പുകളിട്ടു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, എമ്പുരാൻ പ്രമോഷൻ ഇട്ടിട്ട് രാജമൗലിയുടെ പടത്തിൽ വീൽ ചെയറിൽ ഇരിക്കാൻ പോയ പോലെ പൃഥ്വി എമ്പുരാനിട്ടിട്ട് മലരാരണ്യത്തിൽ മണൽ തിന്നാൻ പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആദ്യ പകുതി ഏട്ടനാണ് സംവിധാനം ചെയ്തതെന്ന് തോന്നുന്നു. മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: തക്കാളിപ്പെട്ടിക്ക് ഒരു ഗോദ്രേജ് പൂട്ട്. ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ അതാണ് എമ്പുരാൻ. ഇന്റർപോളും ഇലുമിനാറ്റിയും കബൂക്കയും MI6 വെടിയും പുകയും ഹെലികോപ്റ്ററുകളും റോക്കറ്റ് ലോഞ്ചറുകളും ശൂലവും ഭ്രൂണവും ഗുജറാത്തും 5-6 തവണ 5-6 തരത്തിൽ മോഹൻലാൽ രോമാഞ്ചിഫിക്കേഷൻ ഇൻട്രോയും ഒക്കെ ചെയ്താൽ ഇല്ലാത്ത തിരക്കഥയുടെ വല്ലാത്ത ദ്വാരം അടയ്ക്കാമെന്ന ധാരണ. ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവന്ന ബലൂൺ കാറ്റൂരിവിട്ട തരത്തിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ലൂസിഫറിന്റെ വിജയം എന്നത് കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയിലൂടെ സിനിമ ഭൂമികയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രേക്ഷകരോട് സംവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലാർജർ ദാൻ ലൈഫ് സിറ്റുവേഷനുകൾക്ക് ഒരു സ്വാഭാവികതയും വൈകാരികമായ ഒരു തലവും നൽകിയിരുന്നു. എന്നാൽ ഇവിടെ അതില്ല. ഇതുതന്നെയാണ് എമ്പുരാൻ്റെ പരാജയം. തീർച്ചയായും ഒരു KGF-ഉം സലാറുമൊക്കെ പൃഥ്വിരാജിൻ്റെ മാതൃകകൾ ആയിട്ടുണ്ട്. 3ാം ഭാഗത്തിലേക്കുള്ള ലീഡ് ഇന്നിൽ എബ്രാം ഖുറേഷിയുടെ ഭൂതകാലത്തെ കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. കടുത്ത വിമർശനങ്ങൾ ഒരു വശത്തുയരുന്നു.
സംഘപരിവാർ നേതാക്കളും BJP നേതാക്കളുമൊക്കെ ഈ പടം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. രാജ്യവിരുദ്ധതയാണ് പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഈ സിനിമയ്ക്കെന്ന് അവർ ചാപ്പകുത്തുന്നു. ശശികല ടീച്ചർ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. ഗോത്ര എന്താണ് എന്ന് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം. ഹിന്ദുത്വ എന്താണെന്നും അവർക്കറിയാം. ഏത് ഭാര്യൻ കുന്നൻ ചാടിയാലും ചട്ടിയോളം അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെ, ചെയ്യാൻ ഉദ്ദേശിച്ചവരെ മാറ്റിക്കാൻ ഭാര്യം കുന്നനല്ല ഓൻ്റെ ബാപ്പ വിചാരിച്ചാലും നടക്കൂല. ഉഷപൂജയും ഒക്കെ മുറയ്ക്ക് നടക്കട്ടെ. ബിനീഷ് കൊടിയേരി മാത്രമല്ല, CPMൽ നിന്ന് PP ദിവ്യയെ പോലുള്ളവർ കട്ടയ്ക്ക് എമ്പുരാനൊപ്പം നിൽക്കുന്നു. കാണേണ്ടതാണ് എന്ന് PP ദിവ്യ പറയുന്നു. ഒരു പടി കൂടി കടന്ന പോരാളി ഷാജി ഇന്നലെ കത്തിച്ചു. കഥ എഴുതിയത് സംഘപരിവാർ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന മുരളി ഗോപി. സംവിധാനം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ. ചെറുപ്പത്തിൽ കബഡി കളിക്കാനായി ശാഖയിൽ പോയിരുന്നെന്നും വിവരം വന്നപ്പോൾ അതെന്തിനെന്നുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കുകയും ചെയ്തെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞ അതേ പൃഥ്വിരാജ്. നായകനായി എത്തിയത് മറ്റൊരു ആരാധനാലയം പൊളിച്ചുണ്ടാക്കിയ സ്ഥാനത്ത് പണിത അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രിയുടെ അടക്കം ക്ഷണം നിരസിച്ച പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ. 3 പേരും വന്നു പറഞ്ഞത് ചതിയിലൂടെ കലാപം നടത്തി തന്നെ അധികാരം പിടിച്ച കാവ്യ രാഷ്ട്രീയത്തെപ്പറ്റി തന്നെ. ആ ധൈര്യത്തിനൊരു സല്യൂട്ട് കൊടുത്ത് തന്നെയാകണം. ഇത്രയും ഇവിടെ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. സംഘപരിവാറിൻ്റെ തനത് വിദ്വേഷ രാഷ്ട്രീയം രാജ്യത്ത് വളർത്താൻ 100 കണക്കിന് പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കുകയും അതിനുവേണ്ടി ഫണ്ടിങ് നടത്തുകയും അതിൽ ചിലതൊക്കെ കണ്ട് വീണ്ടും ജനങ്ങൾ കലാപത്തിനിറങ്ങിയതും ഇന്ത്യ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ടാക്സ് ഇളവുകൾ അടക്കം നൽകി ഇവന്മാർ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ രോമാഞ്ചക്കാർ ഇന്ന് രാവിലെ മുതൽ നിർത്താതെ കരയുന്നത് കാണാൻ സുഖമുണ്ട്. കൊഴിഞ്ഞുപോയ രോമത്തിൽ പോലും രാഷ്ട്രീയവും മതവും നിറവും കാണുന്ന ഈ വർഗം കരഞ്ഞു തന്നെ വിഷമം തീർക്കട്ടെ. സംഘപരിവാർ മീഡിയ മൊത്തം സിനിമയ്ക്കെതിരാണ്. ദീപികയുടെ ഓറഞ്ച് കളർ ഇന്നർ വെയറിൻ്റെ പേരിൽ സിനിമ ബഹിഷ്കരിച്ച് ബമ്പർ ഹിറ്റാക്കി കൊടുത്തതുപോലെ ഇതും ബഹിഷ്കരിച്ച് ബമ്പർ ഹിറ്റാക്കി കൊടുക്കുക. സിനിമയിൽ ഗുജറാത്ത് കലാപത്തിന് സമാനമായ വിഷയം ചർച്ച ചെയ്തതാണ് ഇത്ര വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. എന്നാൽ എമ്പുരാനുണ്ടാക്കിയ ഹൈപ്പ് അത് സിനിമയിലില്ല എന്ന് പ്രേക്ഷകർ മിക്കവരും പറയുന്നു. പൃഥ്വിരാജ് ഈ സിനിമയിലേക്ക് തൻ്റെ പ്രമേയം ഒളിപ്പിച്ചു കടത്തിയെന്ന ആരോപണമാണ് ഏറ്റവും ശക്തമാകുന്നത്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പല കൂട്ടിച്ചേർക്കലുകളും കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ പൃഥ്വിരാജ് നടത്തിയത്രേ. ഭംഗിയായി മോഹൻലാലിനെ ആ ചതിയിൽ കെണിയിൽപ്പെടുത്തുകയായിരുന്നു പൃഥ്വിരാജ് എന്നതാണ് ഏറ്റവും കടുത്ത ആക്ഷേപം. വലിയ തോതിൽ സൈബറിടങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ നേരിടുന്നു. അതിലപ്പുറം ടിക്കറ്റ് ക്യാൻസലേഷൻ ഭീഷണിയും ഉയരുന്നു. പല തിയേറ്ററുകളിലും ഇപ്പോൾ ക്യാൻസലേഷനുകളാണ് നടക്കുന്നത്. മറുവശത്ത് ചിത്രത്തിൻ്റെ വ്യാജ പതിപ്പുകൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിതറിക്കളിക്കുന്നു. എന്നാൽ ഇതിനെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ പോലും സിനിമയുടെ അണിയറക്കാർക്ക് സാധിക്കുന്നില്ല. നേരത്തെ വാര്യം കുന്നനെ വലിയൊരു സാമൂഹിക പോരാളിയായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് കപൂറിന്റെ നേതൃത്വത്തിൽ 100 കോടിയുടെ ഒരു ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ വാര്യൻ കുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദുവിരുദ്ധനാണ് എന്നീ ആക്ഷേപം സമൂഹത്തിൽ അന്ന് ശക്തമായി. പിന്നീട് ആഷിഖ് കപൂർ ആ സിനിമ ഉപേക്ഷിച്ചു. ആ സിനിമയിലെ വാര്യൻ കുന്നൻ തന്നെയാണ് ഇപ്പോൾ എമ്പുരാനായി വന്നത് എന്ന് ജെ നന്ദകുമാറിനെ പോലെയുള്ളവർ പരിഹസിക്കുന്നു. വാര്യൻ കുന്നനിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എമ്പുരാനിലും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഹിന്ദു വിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. 2002 ഗുജറാത്തിൽ നടന്ന ഗോത്ര കലാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായ ചില പരാമർശങ്ങൾ സിനിമയിൽ ഉൾക്കൊള്ളിച്ചതാണ് ഇത്ര വലിയ അപകടത്തിൽപ്പെടാനുള്ള കാരണം. CPMലെ പല നേതാക്കളും സിനിമയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. എന്നാൽ സംഘപരിവാർ BJP നേതാക്കൾ ഒന്നടങ്കം സിനിമയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ടു. തികഞ്ഞ മോഹൻലാൽ ഭക്തർ പോലും ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് അല്ല എന്ന് പച്ചക്കെഴുതുന്നു സമൂഹ മാധ്യമങ്ങളിൽ. എന്തിനാണ് ഭാരത സർക്കാർ പല ബഹുമതികളും തന്ന് ആദരിച്ച മോഹൻലാലിനെ പോലൊരു നടൻ ഇത്തരം ചതിക്കണികളിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്നത് എന്ന ചോദ്യം കേരളത്തിൽ ശക്തമാകുന്നു. രാജപ്പനും മട്ടാഞ്ചേരി ബാഫയ്ക്കുമൊക്കെ ലാൽ തലവെച്ചു കൊടുത്തുവത്രേ. എമ്പുരാൻ വീണു ഗൈസ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടാഗ്. പ്രേക്ഷകർക്കും അത്ര വലിയ അഭിപ്രായം ഈ സിനിമയെക്കുറിച്ചില്ല. ലൂസിഫർ ഉയർത്തിയ ഹൈപ്പ് നിലനിർത്താൻ ഒരു തരത്തിലും എമ്പുരാൻ കഴിച്ചിട്ടില്ല. സാമ്പത്തികമായ ഒരു പക്ഷേ ഈ ഹൈപ്പിന്റെ പേരിൽ മുടക്കുമുതൽ അവർ തിരികെ എടുക്കാം. എങ്കിലും ചിത്രത്തിന് ഇനി നേരിടാനുള്ളത് കനത്ത പ്രതിസന്ധികൾ തന്നെ. മോഹൻലാൽ എന്ന നടൻ്റെ ഇമേജ് പൂർണ്ണമായി വീണുടഞ്ഞുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വലിയ പരിഹാസം. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.